and welcome to yet another live session from Tiju's Academy. This is an exam special live session airing from our Mavelikara branch. And I'm here with you, this is Varsha, to have a discussion on speaking. So I welcome you all to this live session. A very warm good morning to one and all here. First of all, I just want to wish each and every candidate who is going to appear for the examination, which is happening on this Saturday, that is the 6th of, July. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും all the hearty, best wishes for you. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതിനുള്ള റിസൾട്ട്സ് നമുക്ക് ഈ പ്രാവശ്യം എക്സാമിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Yes, so we are going to start our live session. I'm here, just like I mentioned, we are going to have an exam special live, and this is regarding the speaking module. And speaking examine നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള ഒരു ഡിസ്കഷനിലേക്കാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. As you people have, you already have a clarity regarding how to give an approach, but let's look into this. Like how can we boost our confidence and also how to give an impactful presentation for the speaking. So let's begin our session today. Yes, so at first, the first and the foremost important thing that I want to mention here is, just like I mentioned to you, സ്പീക്കിങ്ങിന് നടക്കുന്ന എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി നല്ല ക്ലാരിറ്റി ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വരുന്നത് വാം-അപ്പ് സെക്ഷൻ ആണല്ലേ. യു പീപ്പിൾ നോ ആൻഡ് യു പീപ്പിൾ ആർ പ്രിറ്റി മച്ച് prepared with it. I know that. Still then, let's look into it. സോ നമുക്ക് വാം-അപ്പിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം. ബാക്കിയുള്ള എക്സാം വെച്ച് നോക്കുകയാണെങ്കിൽ സ്പീക്കിംഗ് ഈസ് എൻ ഇൻഡിവിജ്വൽ സെഷൻ ആൻഡ് ഐ നോ ദാറ്റ് യു പീപ്പിൾ വിൽ ബി ഹാവിങ് കൈൻഡ് ഓഫ് എ ബിറ്റ് ഓഫ് ടെൻസ്ഡ് വെൻ ദേ കോൾ അപ്പ് യുവർ നെയിം ആൻഡ് യു ആർ ഗോയിങ് ടു എൻ്റർ ഇൻ ടു ദി എക്സാമിനേഷൻ ഹാൾ. ഒരു പക്ഷേ നമുക്ക് കുറച്ചൊരു ആൻസൈറ്റി ഫീൽ ചെയ്തേക്കാം. ബട്ട് ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു ബി കാം. Okay, അപ്പോൾ നിങ്ങൾ കയറുന്നതിന് മുന്നേ it is your turn and they have asked you to come for the speaking, so I would say just take a deep breath, be calm, and most important thing is to speak confidently. ഓക്കെ, നമ്മൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണെന്നുള്ളത് നമ്മൾ സംസാരിക്കുന്ന രീതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഐ വോണ്ട് യു പീപ്പിൾ ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി വെൻ യു ആർ അപ്രോച്ചിങ് ഫോർ ദി വാം-അപ്പ് സെക്ഷൻ. Other than that, you have to, I'm stressing the fact that you have to speak naturally and in a fluent manner. അപ്പം ഞാനതങ്ങനെ എടുത്ത് പറയാനുള്ള കാര്യം, നമ്മുടെ ഈ ലാസ്റ്റ് പോയിന്റ് ഞാനിവിടെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ബി പ്രിപ്പയർഡ് ഫോർ എൻ അൺഫാമിലിയർ ഓർ എൻ ഫാമിലിയർ ക്വസ്റ്റ്യൻ. Be it a familiar or an unfamiliar question, your approach should always be in a natural manner. ബിക്കോസ് നിങ്ങൾക്ക് ഞാൻ എപ്പോഴും എല്ലാ എക്സാം ലൈവിനും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫീഷ്യൻസിയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ദ വേ യു ആർ അപ്രോച്ചിങ് ദ കോൺവെർസേഷൻ ഓർ ദ വേ യു പീപ്പിൾ ആർ സ്പീക്കിംഗ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇവിടെ ഇപ്പോൾ ഒരു ഫാമിലിയർ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വൈ ഡിഡ് യു ചൂസ് OET അല്ലെങ്കിൽ വൈ ഡിഡ് യു ചൂസ് നഴ്സിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വി ആർ പ്രിറ്റി മച്ച് പ്രിപ്പയർഡ് വിത്ത് ദാറ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പോൺസ്, യെസ് ഐ ചൂസ് OET ബിക്കോസ്, അല്ലെങ്കിൽ ഐ ചൂസ് നഴ്സിംഗ് ബിക്കോസ് ഓഫ് ദിസ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഐ വോണ്ട് ടു ടെൽ യു ഇസ് നമുക്ക് ആ ഒരു പെട്ടെന്നൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു റിപ്ലൈ അല്ലെങ്കിൽ നമ്മളിങ്ങനെ മഗ്ഡപ്പ് ആയിട്ടുള്ള റിപ്ലൈ ആണ് ഒരിക്കലും അവർക്കൊരു ഇംപ്രഷൻ കൊടുക്കാൻ പാടില്ല. സോ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു സ്പീക്ക് നാച്ചുറലി. ഇവിടെ ഈ വേർഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സ്പീക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു നാച്ചുറൽ ടോണിൽ സംസാരിക്കുക, അല്ലെങ്കിൽ നാച്ചുറൽ വേ ഓഫ് സ്പീക്കിംഗ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അതർ ദാൻ ദാറ്റ് ഫ്ലുവൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ഹമ്മിങ് ഒന്നും ഇല്ലാണ്ട് പറയാൻ ശ്രമിക്കുക. ഡോണ്ട് ഗോ ഇൻ എ റഷ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സ്പീഡ് ചെയ്തതുകൊണ്ട് തന്നെ അതിനൊരു ഫ്ലോ തന്നെ നശിക്കും. സോ ഐ വോണ്ട് യു പീപ്പിൾ ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി. That is something really important that I want you people to focus on. Other than that, I just want you people to focus on yet another thing, that is, don't give simple sentence responses. So if a person is asking you why did you choose nursing, it had been my childhood ambition to become a nurse എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു പ്രോപ്പർ വേ ഓഫ് ഒരു ആൻസറിങ് ആയിട്ടില്ല. സോ വാട്ട് ഐ റിക്വസ്റ്റ് യു പീപ്പിൾ ടു ഡു ഇസ്, വെൻ യു ആർ റെസ്പോണ്ടിങ് ടു എ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, സോ ട്രൈ ടു റെസ്പോണ്ട് ഇൻ
complex sentences. What do you mean by complex sentence and simple sentence? Simple sentence എന്ന് പറയുമ്പോൾ നമ്മൾ ഒരൊറ്റ മീനിങ് അല്ലെങ്കിൽ ഒരൊറ്റ ഐഡിയ കൺവേ ചെയ്യുന്നതാണ് സിമ്പിൾ സെൻറ്റൻസ്. ഓൺ ദി അതർ ഹാൻഡ് കോംപ്ലെക്സ് സെൻറ്റൻസസ് എന്ന് പറയുമ്പോൾ എന്താണ്? വെൻ വി ട്രൈ ടു ഗീവ് മച്ച് മോർ ഐഡിയാസ് ഓർ വി ട്രൈ ടു കൺവേ മോർ ദാൻ വൺ ഐഡിയ ഇൻ എ പർട്ടിക്കുലർ ആൻസർ. അപ്പോൾ അങ്ങനത്തെ റെസ്പോൺസസ് ആയിരിക്കണം നിങ്ങൾ എപ്പോഴും കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരൊറ്റ സെൻറ്റൻസിലുള്ള ഒരു റെസ്പോൺസ് എന്താണ്, അത് ഒഴിവാക്കുക. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഗീവ് റെസ്പോൺസ് ഇൻ ട്രൈ ടു ഗീവ് റെസ്പോൺസ് ഇൻ 2 to 3 sentences, or I would say minimum 3 sentences or 4 sentences. That would sound good. Actually, you're giving an impression to the person who is listening to you that you know something or you are capable of speaking. So that is something really important. Okay. Yes, in the meantime I would like to greet these people who had put a comment in the chat box, not disturbing the other people who is who are listening to the conversation at the same time. Hi Amy, good morning. Hi Priya. Hello Akhil. Yes, so thank you so much for putting a comment in the chat box. Yeah, thank you for that. So coming to the warm up section, ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ കാര്യങ്ങൾ നമ്മൾ എപ്പോഴാണെങ്കിലും വാം അപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണ് അല്ലേ, നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കാസ്റ്റ് ചെയ്യാണ്. ആൻഡ് യു പീപ്പിൾ ഓൾറെഡി നോ ദാറ്റ് എന്താണ് വാം അപ്പിന് അസസ്മെൻ്റ് ഇല്ല. ബട്ട് സ്റ്റിൽ ദെൻ വെൻ യു ആർ ഗിവിങ് എ ഫസ്റ്റ് അപ്രോച്ച് ദ അപ്രോച്ച് ഷുഡ് ബി when you give an approach, that should be the best impression. You have to cast a best impression to the person whoever might be listening to you. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, സ്പീക്ക് നാച്ചുറലി, fluently, don't give simple sentences responses, and other than that, the pronunciation, the way you're speaking, there should be clarity of speech. നിങ്ങൾ പറയുന്ന ഓരോ കാര്യത്തിനും എന്തുണ്ടായിരിക്കണം, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഫാമിലിയർ ക്വസ്റ്റ്യന് നിങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, ഒരു പെട്ടെന്ന് എന്താണ് സ്പോണ്ടേനിയസ് റിപ്ലൈ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. സ്പീക്ക് ഇൻ എ നാച്ചുറൽ ഫ്ലോ, ഒരു നാച്ചുറൽ മാനറിൽ തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇൻ കേസ് വാട്ട് ഇഫ് യു ആർ ഗെറ്റിംഗ് എൻ അൺഫാമിലിയർ ക്വസ്റ്റ്യൻ, അങ്ങനെ അൺഫാമിലിയർ ഒന്നും ചോദിക്കില്ല യൂഷ്വലി. ഇപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, എക്സാം എഴുതിയവരോട് നിങ്ങളും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദേ വിൽ ബി സെയിങ് ദ സെയിം സ്റ്റഫ് ലൈക്ക് സെയിം ക്വസ്റ്റ്യൻസ് ഇസ് ബീങ് റിപ്പീറ്റഡ്. If in case you are getting an unfamiliar question, and what you can do here is, ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, യു പീപ്പിൾ വിൽ ബി സീക്കിങ് ക്ലാരിറ്റി, റൈറ്റ്? അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം നമ്മളൊരു ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യില്ലേ, അത് തന്നെയാണ് നിങ്ങൾ ഇവിടെയും ചെയ്യേണ്ടത്. ഇഫ് യു ആർ നോട്ട് ഫാമിലിയർ വിത്ത് എനിത്തിങ് ഓർ യു ഡിഡ്ന്റ് ഗെറ്റ് ദി മീനിങ് ഓഫ് എ സെൻറ്റൻസ് ഓർ ദ വേർഡ് ഓർ ബീറ്റ് എ വേർഡ്, ഐ വുഡ് സേ സീക്ക് ക്ലാരിഫിക്കേഷൻ. അവരോട് ചോദിക്കുക, ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഡോണ്ട് ഗീവ് എ ബ്ലണ്ടർ റെസ്പോൺസ്. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വേ. സോ ഇഫ് ഇൻ കേസ് യു ആർ കൺഫ്യൂസ്ഡ് വിത്ത് എനിത്തിങ്, ഐ വുഡ് സേ യു ഹാവ് ടു സീക്ക് ക്ലാരിഫിക്കേഷൻ. അവരോട് ചോദിക്കുക, സീക്ക് എ ക്ലാരിറ്റി റിഗാർഡിംഗ് വാട്ട് തിങ് യു ആർ കൺഫ്യൂസ്ഡ് വിത്ത്. സോ ദാറ്റ് ഇസ് യെറ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഐ വോണ്ട് യു പീപ്പിൾ ടു ഫോക്കസ് ഓൺ. ഇപ്പോൾ വാമപ്പിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 1 to 4 മിനിറ്റ് ആയിരിക്കും ഏകദേശം ഒരു റഫ് ടൈമിംഗ് വാമപ്പ് ചോദിക്കുക. ബിക്കോസ് അവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളതിൽ നമുക്ക് ക്ലാരിറ്റി ഇല്ല. അതർ ദാൻ ദാറ്റ് അവർക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ടാണ് നമ്മൾ 1 to 4 മിനിറ്റ് ടൈമിംഗ് എന്ന് പറയുന്നത്. ആൻഡ് എവറിത്തിങ് റിലേറ്റഡ് ടു യുവർ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട്, നത്തിങ് റിലേറ്റഡ് ടു യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ. ദേ വിൽ ബി ആസ്കിങ് എവറിത്തിങ് റിലേറ്റഡ് ടു യുവർ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? Just like I mentioned, why did you choose nursing? Why did you choose OET? Your typical day at work. Okay, then who inspired you to become a nurse? Then other than that, tell me about a course that you recently attended. What is your piece of advice for the upcoming nurses? Qualities of nurses? And what makes you a good nurse? About your professional background. നിങ്ങളുടെ professional background എന്താണ്? Okay, other than that, how long have you been working as a nurse? In case അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് പറയാം, നിങ്ങളുടെ നിങ്ങൾ എത്ര നാളായിട്ട് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിനെ പറ്റി പറയാം. ഇൻ കേസ് ഒരു ഫ്രഷറിനോട് ചോദിക്കുകയാണ്, സോ ടെൽ മീ, ഇഫ് ഇൻ കേസ് ഇമാജിൻ ദാറ്റ് ആർ കാൻഡിഡേറ്റ് ഇസ് ലിബിന. സോ ലിബിനയോട് ചോദിക്കുകയാണ്, സോ ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ആസ് എ നഴ്സ്? ആൻഡ് ഷീ ഈസ് ഇമാജിൻ ദാറ്റ് just suppose that she is a fresher. So you're not supposed to say, I'm a fresher, I don't have any experience. അങ്ങനെ പറയുന്നതിനേക്കാളും നല്ലതാണ്, you can just say, so I just completed, I graduated in the year of the, അല്ലെങ്കിൽ I just completed my graduation and I have an experience of 6 months working as a nursing trainee during the course of my studies എന്ന് പറയാം. rather than saying I'm a fresher, I don't have any experience എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും, I have an experience of 6 months as a nursing trainee during the course of my studies എന്ന് പറയാം.
മനസ്സിലായോ? ദെൻ ജസ്റ്റ് ലൈക്ക് എ മെൻഷൻ ഫെമിലിയർ ആൻഡ് അൺഫെമിലിയർ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി അത് അറിയാവുന്നതാണ്. ഒരു കാര്യം കൂടി പറയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും പ്രതീക്ഷിച്ച് പോകരുത്. ദേ വിൽ ബി ആസ്കിങ് യു ക്വസ്റ്റ്യൻസ് ഇൻ എൻ ഇൻഡയറക്റ്റ് മാനർ. സോ ഞാൻ ഈ വൈ ഡിഡ് യു ചൂസ് നഴ്സിംഗ് എന്നുള്ളത് ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. മേ ബി അവർ അത് തന്നെ ഒരു ട്വിസ്റ്റഡ് രീതിയിലായിരിക്കും ചോദിക്കുക. സോ ഹൗ ഡിഡ് യു ലാൻഡഡ് അപ്പ് ഇൻ ദിസ് പ്രൊഫഷൻ, ഓർ വാട്ട് മെയ്ഡ് യു ടു പെർസ്യൂ എ കരിയർ ഇൻ ദിസ് പെർട്ടിക്കുലർ പ്രൊഫഷൻ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം തന്നെയാണ്. സോ ബി പ്രിപ്പയർഡ് വിത്ത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യരുത്. ഓക്കെ ആണല്ലോ? സോ വാമപ്പിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ആൻഡ് ബിഫോർ എൻ്റർ ഇൻ ടു ദി എക്സാം ഹാൾ, ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് അപ്രോച്ച് ദി കൈൻഡ് ഓഫ് എക്സാമിനേഷൻ. അപ്പോൾ ഒരു ഡീപ് ബ്രെത്ത് എടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം ഹാൾ എൻ്റർ ചെയ്യുക. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ കാം ആയിട്ടും ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുക. ഒരു നാച്ചുറൽ വേ ഓഫ് കോൺവെർസേഷനാണ് എപ്പോഴും ബെനിഫിഷ്യൽ ആൻഡ് ഓൾസോ ഇമ്പാക്ട്ഫുൾ. അപ്പോൾ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആൻഡ് മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് തിങ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ആസ്പെക്ട് ഓഫ് our OET examination, that is OET speaking examination. Then moving on into the next thing would be, നമുക്കറിയാവുന്ന കാര്യമാണ്, നമുക്ക് പ്രിപ്പറേഷൻ ടൈം ഉണ്ട് അല്ലേ? എത്രയാണ് പ്രിപ്പറേഷൻ ടൈം? നമുക്ക് 3 minutes ആണ് പ്രിപ്പറേഷൻ ടൈംസ് തരുന്നത്. അപ്പോൾ ഈ പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ജുഡീഷ്യസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ആ 3 minutes-ൻ്റെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആ 3 minute ചെയ്യാൻ പറ്റുന്ന കാര്യം? അതായത് നമുക്കൊരു ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 3 minutes ടൈം എങ്ങനെ അപ്രോച്ച് ചെയ്യാം? Okay, so I would be saying, so you can approach the given 3 minutes time in a very organized manner. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ ഒരു ലൈവിൻ്റെ തമ്പ് തന്നെ വെച്ചിരിക്കുന്നത്. നമുക്ക് സ്പീക്കിംഗ് എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, ലൈക്ക് ഒരു 450 അല്ലെങ്കിൽ നമുക്കൊരു മികച്ച സ്കോർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്രോച്ചാണ് ഡെഫിനറ്റ്ലി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് തിങ് വുഡ് ബി കാർഡ് അനാലിസിസ്. അതാണ് എനിക്ക് ഏറ്റവും ആദ്യമേ പറയാനുള്ളത്. സോ നമുക്ക് ആ ഒരു കാർഡിനെ പ്രോപ്പർലി അനലൈസ് ചെയ്യാൻ പറ്റണം ആ ഒരു ഗിവൻ 3 minutes ടൈമിൽ. സോ ദ ഫസ്റ്റ് ഇൻഫർമേഷൻ ഇസ് കേസ് ഐഡൻറ്റിഫിക്കേഷൻ. ബിക്കോസ് നിങ്ങൾക്കറിയാം, സോ വെൻ യു സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ, യെസ് യുവർ ടൈം ഇസ് അപ്പ്, യു കെൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നമ്മളാണ് കോൺവെർസേഷൻ ലീഡ് ചെയ്യുന്നത് അല്ലേ? നമ്മളാണ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആൻഡ് അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വിത്തൗട്ട് എനി കൺഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ആ കേസിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി വേണം. ഇനി ആ ക്ലാരിറ്റി നമുക്ക് എങ്ങനെ കിട്ടും? ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം? സെറ്റിംഗ് ആൻഡ് സിനാരിയോ പ്രോപ്പർലി വായിക്കുക. ഒരു കേസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് സിനാരിയോ പ്രോപ്പർലി നിങ്ങൾ വായിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ കേസിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി കിട്ടൂ. ഇനി അങ്ങനെ ഞാൻ പറയാൻ കാരണം, ജസ്റ്റ് സെറ്റിംഗ് വെച്ചിട്ട് മാത്രം ഒരിക്കലും ഒരു കേസിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. ഒരു കേസ് ഇതാണ് എന്നുള്ള കാര്യം നിങ്ങൾ അങ്ങ് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പാടില്ല. ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു റീഡ് ദ സിനാരിയോ പ്രോപ്പർലി അറ്റ് ദ സെയിം ടൈം. ക്ലിയർ ആയോ? അപ്പോൾ സെറ്റിംഗ് ആൻഡ് സിനാരിയോ പ്രോപ്പർലി വായിച്ചതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഒരു കേസിൻ്റെ അപ്രോച്ച് കൊടുക്കാൻ. അലോങ് വിത്ത് ദാറ്റ് ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാണ്. നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ഉണ്ടല്ലോ, ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് ടാസ്കും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഗോ ത്രൂ ചെയ്യാവുന്നതാണ്. സോ ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ചില കേസിൽ നമുക്ക് ആ ഫസ്റ്റ് ടാസ്ക് വായിക്കുമ്പോഴായിരിക്കും ഒരു ക്ലാരിറ്റി കിട്ടുന്നത് ഇതെന്ത് കേസാണെന്നുള്ളതിൽ. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഫസ്റ്റ് ടാസ്കും കൂടി പ്രോപ്പർലി വായിക്കുക. ഇനി ആ ഫസ്റ്റ് ടാസ്ക് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണ്? കൺഫേം എന്നുള്ള വേർഡിൻ്റെ ഇമ്പോർട്ടൻസ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? ഈ റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു എക്സാമിനും കൺഫേം വെച്ചിട്ടായിരുന്നു ഒരു ടാസ്ക് കേസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കൺഫേം എന്ന വേർഡിൻ്റെ ഇമ്പോർട്ടൻസ് ഞാനിവിടെ ആഡ് ഓൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, കൺഫേം എന്ന് പറയുന്ന വേർഡ് ഓൾറെഡി ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് പറയാണ്. നമ്മളിപ്പോൾ റിവിഷൻ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നഴ്സസ് വിസിറ്റും ഉണ്ട്, പേഷ്യൻസ് വിസിറ്റും ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം, ഒരു പേഷ്യൻറ്റിൻ്റെ വിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് കേസായിരിക്കും? അതൊരു അൺനോൺ ടു നോൺ കേസായിരിക്കും. ഇൻ കേസ് അത് നഴ്സിൻ്റെ വിസിറ്റ് ആണെങ്കിലോ അതൊരു നോൺ കേസായിരിക്കും. അത് ക്ലാരിറ്റി ഉണ്ടല്ലോ? ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെ ആ കേസിനെ എന്ത് ചെയ്യുക? അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. സോ ദാറ്റ് യു വിൽ ബി ഹാവിങ് കോൺഫിഡൻസ് റിഗാർഡിങ് ഹൗ ടു അപ്രോച്ച്. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റിയോട് കൂടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്രോച്ച് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ സർട്ടൻ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ് ഐ വോണ്ട് ടു മെൻഷൻ. ജസ്റ്റ് ലൈക്ക് ഐ മെൻഷൻ, ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദി കേസ് ഐഡൻറ്റിഫിക്കേഷൻ. ആൻഡ് ഡോണ്ട് ജമ്പ് ഇൻ ടു എ കൺക്ലൂഷൻ ജസ്റ്റ് ബേസ്ഡ് ഓൺ ദി സെറ്റിംഗ് ഇറ്റ് സെൽഫ്. ഒരിക്കലും സെറ്റിംഗ് വെച്ചിട്ട് മാത്രം കേസ് ഐഡൻറ്റിഫൈ ചെയ്യരുത്. സെറ്റിംഗ് സിനാരിയോ പ്രോപ്പർലി വായിക്കുക. എന്നിട്ട് കേസിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ആ കേസ് എന്താണെന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങളൊരു കൺക്ലൂഷനിലേക്ക് റീച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇൻ കേസ് ഇപ്പോൾ ചില സമയത്ത് നമുക്ക് ആ ഫസ്റ്റ് ടാസ്ക് നോക്കിയാൽ തന്നെ മനസ്സിലായത് എന്ത് കേസാണെന്നുള്ളത് അല്ലേ? ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ പേഷ്യൻറ്റ് വിസിറ്റ്.
എന്ന് ചോദിക്കുമ്പോഴേ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അത് എന്ത് കേസായിരിക്കും, അൺനോൺ കേസാണെന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ കണ്ട ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ ചില കാർഡ്സിൽ പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ റിക്വസ്റ്റ് ടു സീ യു എന്ന് പറഞ്ഞും വരുന്നുണ്ട്. അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ റിക്വസ്റ്റ് ടു സീ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളെ ആരോ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു, ആളാരെ നമുക്കറിയോ, അല്ലെങ്കിൽ ആൾ എന്തിനാണ് കാണാൻ വന്നിരിക്കുന്നത് നമുക്കറിയോ, അതുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, അതിനെയും ഒരു അൺനോൺ രീതിയിൽ തന്നെ പോവുക. ഇൻ കേസ് അത് ഇടയ്ക്ക് വെച്ചിട്ട് നോൺ ആവുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അൺനോൺ ടു നോൺ ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യാം. മനസ്സിലായോ? ഫൈൻഡ് ഔട്ട് ദ റിക്വസ്റ്റ് ടു സീ യു നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ അപ്രോച്ച് ചെയ്യാം? കുഡ് യു പ്ലീസ് ടെൽ മീ ദ റീസൺ ഫോർ ദ റിക്വസ്റ്റ് ടു സീ മീ, എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ഫൈൻഡ് ഔട്ട് മാറ്റി അവിടെ എന്താക്കി, കുഡ് യു പ്ലീസ് ടെൽ മീ ആക്കി. ബാക്കിയെല്ലാം ആ സെൻറ്റൻസ് തന്നെ. കുഡ് യു പ്ലീസ് ടെൽ മീ ദ റീസൺ ഫോർ യോർ റിക്വസ്റ്റ് ടു സീ മീ, എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കേസ് നമുക്കൊരു കേസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രോപ്പർലി മനസ്സിലായിട്ടുണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഒരു നല്ലൊരു പ്രോപ്പർ ഇൻട്രോ ആയിരിക്കും. അത് നിങ്ങൾക്കും കോൺഫിഡൻസ് ഉണ്ടാവും. അത് മാത്രമല്ല നമ്മൾ ആദ്യമേ ഒരു ഫസ്റ്റ് വെൽ ബിഗിൻ ഇസ് ഹാഫ് ഡൺ, ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ വെൽ ബിഗിൻ വിൽ ബി ലൈക്ക് it will give a most impactful presentation to the person listening to your conversation at the same time. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് കേസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ജസ്റ്റ് ആ ഒരു ഇൻട്രോയിൽ പറയേണ്ട കാര്യങ്ങളൊന്ന് ജോട്ട് ഡൗൺ ചെയ്യാം. ഇപ്പോൾ ഒരു അൺനോൺ കേസാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു എന്നിരിക്കട്ടെ, അറ്റ്ലീസ്റ്റ് അത് അൺനോൺ കേസാണെന്നുള്ളത് ആ മുകളിലേക്കൊന്ന് എഴുതിയിടുക. എന്തിനു വേണ്ടിയിട്ടാണ്, ലൈക്ക് ആ 3 minutes കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോൾ ആ ഒരു വേർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട്, ഇതൊരു അൺനോൺ കേസാണ്. യെസ്, അൺനോൺ കേസിന് ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാം. ഇനി അങ്ങനല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതിയിടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അബ്രിവേറ്റഡ് ഫോമിൽ അറ്റ്ലീസ്റ്റ് ഒരു വിഷ് എന്നോ, അപ്പോൾ ഇപ്പം ഞാൻ വിഷ് മാത്രമേ എഴുതുന്നുള്ളൂ, വിഷ് ദെൻ സെൽഫ് ഇൻട്രോ എന്ന് നിങ്ങളൊന്ന് ജോട്ട് ഡൗൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ആ ഇൻട്രൊഡക്ഷനിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, നിങ്ങൾക്ക് സ്മൂത്ത്ലി ബിഗിൻ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സജഷൻ, ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങളുടെ രീതിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദറ്റ്സ് പ്രിറ്റി ഗുഡ്, നിങ്ങൾ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്തോളൂ. ഓൾ ഓഫ് എ സഡൻ മാറ്റണ്ട. പക്ഷേ ഓൺ ദ സെയിം സൈഡ് ഇപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എന്ത് ചെയ്യാം, ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആണല്ലോ. ആ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല, നിങ്ങളും കോൺഫിഡൻ്റ് ആണ്, യു നോ എവറിത്തിങ് അബൌട്ട് ദിസ് കാർഡ് ആൻഡ് ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു ഗിവ് ആൻ ഇമ്പാക്ട്ഫുൾ പ്രസൻറ്റേഷൻ. Coming to the next thing would be marking down the keywords. അപ്പോൾ നമുക്ക് ആ ഒരു കീവേഡ്, എന്താണ് ഈ കീവേഡ് എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, the first word of a task. ഓക്കെ, നമ്മുടെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് വേർഡിനെയാണ് നമ്മൾ കീവേഡ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്, നമുക്ക് 2 ടൈപ്പ് ഓഫ് കീവേഡ് ഉണ്ടല്ലേ, ഗ്യാതറിങ്ങും ഉണ്ട്, പ്രൊവൈഡിങ്ങും ഉണ്ട്. ഇൻഫർമേഷൻ ഗ്യാതറിങ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇൻഫർമേഷൻ പ്രൊവൈഡിങ്. അപ്പോൾ ഇത് രണ്ടിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം. അതായത് ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് നമ്മൾ ചോദിച്ചു ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദിയർ വിസിറ്റ്. അടുത്തത് എക്സ്പ്ലോർ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദി സിംറ്റംസ്. ആ എക്സ്പ്ലോർ എന്നുള്ള വേർഡിൽ നിന്ന് തന്നെ നമുക്കറിയാം. ടെൽ മീ വാട്ട് ഇസ് എക്സ്പ്ലോർ എന്നുള്ള കീവേഡ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണോ പ്രൊവൈഡിംഗ് ആണോ? ക്യാൻ ഐ ജസ്റ്റ് ഗെറ്റ് സം കമൻറ്റ്സ് ഫ്രം യുവർ സൈഡ്? എക്സ്പ്ലോർ എന്ന് പറയുന്ന ഒരു കീവേഡ് അത് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണോ അതോ അത് ഇൻഫർമേഷൻ പ്രൊവൈഡിംഗ് ആണോ? നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ടോ? കുഡ് യു പ്ലീസ് റെസ്പോണ്ട്? Our keyword is explore. Explore എന്ന് പറയുന്ന ഒരു കീവേഡ് എന്ന് പറയുന്നത് അത് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണോ അതോ അത് ഇൻഫർമേഷൻ പ്രൊവൈഡിംഗ് ആണോ? Could you please just comment down if anyone is here, you are with me. Let's make it in a discussion manner. വെരി ഗുഡ് ഫേബ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ റെസ്പോൺസ് ഡിയർ. അപ്പോൾ ഫേബ പറഞ്ഞതുപോലെ തന്നെ അതെന്ത് കീവേഡാണ്? ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്. അപ്പോൾ എക്സ്പ്ലോർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം. അലോങ് വിത്ത് ദാറ്റ് വേറെയുള്ള കീവേഡ്സ് എന്തൊക്കെയാണ് ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിൽ വരുന്നത്? ഫൈൻഡ് ഔട്ട് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ചില സമയത്ത് എസ്റ്റാബ്ലിഷ് വരാറുണ്ട്. എസ്റ്റാബ്ലിഷ് പേഷ്യൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡാഷ് എന്ന് പറയുമ്പോഴും എന്താണ്? താങ്ക് യു പ്രിയ, താങ്ക് യു സോ മച്ച്.
യെസ്. അപ്പോൾ എസ്റ്റാബ്ലിഷ് എന്ന് പറയുമ്പോഴും അവിടെ ചില സമയത്ത് എന്താണ് ഗ്യാതറിംഗ് എന്ന കോണ്ടെക്സ്റ്റിൽ വരാറുണ്ട്. ആ സെൻറ്റൻസ് പ്രോപ്പർലി നിങ്ങൾ വായിക്കുക. എസ്റ്റാബ്ലിഷ് പേഷ്യൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡാഷ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ചോദിക്കുക, കുഡ് യു പ്ലീസ് ടെൽ മീ യോർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി പ്രൊസീജിയർ. അപ്പം നമ്മൾ അവിടെ ചോദിക്കേണ്ടതാണ്, അല്ലാതെ ഡു യു ഹാവ് എനി കൺസേൺ അവിടെ ചോദിക്കരുത്. ബിക്കോസ് ഒരു ടാസ്ക് കഴിഞ്ഞാൽ അടുത്തതിൽ യൂഷ്വലി കൺസേൺ ചോദിക്കുന്നത് സംതിങ് വിച്ച് ഇസ് ഫിക്സഡ്. യു പീപ്പിൾ ഹാവ് ഓൾറെഡി മെയ്ഡ് അപ്പ് ദ മൈൻഡ് ദാറ്റ് soon after completing one task we have to ask a question. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കാം, ബട്ട് ഡിസൈഡ് വെയർ ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഇസ് യെറ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. സോ യു ഹാവ് ടു മേക്ക് എ ഡിസിഷൻ ഓൺ വെയർ ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ആൻഡ് വെയർ നോട്ട് ടു. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങും ഇൻഫർമേഷൻ പ്രൊവൈഡിങ്ങും കൂടി നമുക്ക് 1-2 വേർഡ്സ് നോക്കാം. ഏതൊക്കെയാണ്? എക്സ്പ്ലെയിൻ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡിങ് കീവേഡ് ആണല്ലേ. വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? കുഡ് യു പ്ലീസ് കമൻറ്റ് ഡൗൺ. ഡിസ്കസ് ഉണ്ട്, ഔട്ട്ലൈൻ ഉണ്ട് അല്ലേ, ഇതെല്ലാം ഇൻഫർമേഷൻ പ്രൊവൈഡിങ് ആണ്. സോ ഈ പറയുന്ന കീവേഡ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സോ വി ഹാവ് ടു ഗീവ് എൻ ഇൻഫർമേഷൻ. വി ആർ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ, right? So here I really hope that you people got an idea regarding this thing. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് മാർക്കിംഗ് ഡൗൺ കീവേഡ്സ് എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നാണ്. അപ്പോൾ ഞാനത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയി, നമുക്ക് മനസ്സിലായി ഇതൊരു അൺനോൺ കേസാണ്. ഇമാജിൻ അൺനോൺ കേസ് എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടി. ഇനി നമ്മൾ കീവേഡ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കുക, അത് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണോ പ്രൊവൈഡിങ് ആണോ. ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ ഫസ്റ്റ് വേർഡ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് മറിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. സെക്കൻഡും ഇൻ കേസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇൻഫർമേഷൻ ഗ്യാതറിംഗ് തന്നെയാണെന്നുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുക. അപ്പോൾ അടുത്തതിൽ എക്സ്പ്ലെയിൻ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഇപ്പം നമ്മൾ ആ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും. അപ്പോൾ കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിങ് ദി പ്രൊസീജിയർ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, അടുത്ത ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഡു യു ഹാവ് എനി കൺസേൺ ചോദിക്കേണ്ട സിറ്റുവേഷൻ വരില്ല. അപ്പം നിങ്ങൾ അവർ പറയുന്ന റെസ്പോൺസസ് കൂടി എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, അതാണ് എൻ്റെ ഒരു സജഷൻ. ബിക്കോസ് യൂഷ്വലി ഒരു ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ക്വസ്റ്റ്യൻ്റെ താഴെ, ഒരു കീവേഡിൻ്റെ താഴെ വീണ്ടും ഒരു കൺസേൺ ചോദിക്കേണ്ട സിറ്റുവേഷൻ വരത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? ഐ ഹോപ്പ് ഐ എം നോട്ട് കൺഫ്യൂസിങ് യു പീപ്പിൾ, യു ആർ ഫോളോയിങ് മീ. ഇൻ കേസ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് കോമെൻറ്റ് ഡൗൺ സോ ദാറ്റ് I can just repeat the same stuff to you once again. So just like I mentioned, mark down the keywords, where to ask a question, where not to എന്നതിൽ നമുക്ക് ക്ലാരിറ്റി വേണം. മനസ്സിലായോ? അപ്പോൾ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിൻ്റെ മുന്നിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരച്ചിടാം. സോ ദാറ്റ് യു വിൽ ബി ആസ്കിങ് എ ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു ദ ഗിവൻ കോണ്ടെക്സ്റ്റ് ഗിവൻ there. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ്, ഇപ്പോൾ എക്സ്പ്ലെയിൻ, ഡിസ്കസ്, ഔട്ട്ലൈൻ എന്ന ഇൻഫർമേഷൻ പ്രൊവൈഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺസേൺ ചോദിക്കാം. ഡു യു ഹാവ് എനി കൺസേൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാം. ബിക്കോസ് യൂഷ്വലി ഇപ്പോൾ ഒരു ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞ് കിടക്കുന്ന ക്വസ്റ്റ്യന് മുന്നേ ഇപ്പോൾ ഡു യു ഹാവ് എനി കൺസേൺ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എന്തായിരിക്കും? അവർക്കറിയാനുള്ള കൺസേൺ ആയിരിക്കും. അപ്പോൾ അത് മേ ബി നിങ്ങളുടെ അടുത്ത നെക്സ്റ്റ് ടാസ്കിലേക്ക് പോവാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ പറയുന്ന കീ വേർഡ്സ് നിങ്ങളൊന്ന് ജസ്റ്റ് ജോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. സോ ദാറ്റ് യു വോണ്ട് ബി ഹാവിങ് എനി സോർട്ട് ഓഫ് confusion. Okay Amy, I'll just repeat it once again. Just like I mentioned, you'll be having 2 set of keywords. Okay, information gathering ഉണ്ട്, information providing ഉണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ എമിക്ക് കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ചെയ്തു തരാം. ഇപ്പോൾ ഇമാജിൻ നമ്മുടെ ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് ഫൈൻഡ് ഔട്ട് എന്നാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ നെക്സ്റ്റ് ബുള്ളറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ നെക്സ്റ്റ് ബുള്ളറ്റ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് ബുള്ളറ്റ് പോയിന്റ് ഇസ് എക്സ്പ്ലെയിൻ. ഓക്കെ, എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് ബുള്ളറ്റ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മുടെ ആദ്യമേ കാണുന്ന വേർഡാണ് കീവേഡ്. അപ്പോൾ യു ഹാവ് ടു മേക്ക് എ നോട്ട് ഓഫ് ദിസ് കീവേഡ്സ്. അപ്പോൾ ഇതെന്താണ്? ഫൈൻഡ് ഔട്ട് എന്ന് പറയുന്നത് കാണുമ്പോഴേ നമുക്കറിയാം, ഓക്കെ ഞാൻ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതാണല്ലേ. സോ റൈറ്റ്, I would say put a question mark over there. Then the next keyword is explore. അതും എന്താണ്? ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്. അപ്പം ഞാൻ ഗ്യാദർ ചെയ്യേണ്ടതാണ്. ഐ ക്യാൻ പുട്ട് എ ക്വസ്റ്റ്യൻ മാർക്ക് ഓവർ there. അല്ലെങ്കിൽ ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണ്, കുഡ് യു പ്ലീസ് ടെൽ മീ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വുഡ് ബി അഗെയിൻ അതൊരു എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു കീവേഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എഴുതി മേ ഐ നോ. അപ്പം ഞാൻ അവിടെ ചോദിക്കേണ്ടതാണ്. എന്താ ഞാൻ പറയാൻ വെച്ചാൽ, ബിക്കോസ് ഓരോ കീവേഡ് വരുമ്പോഴത്തേക്കൊന്നും, അതായത് ഓരോ ടാസ്ക് കഴിയുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഇല്ലേ, ഡു യു ഹാവ് എനി കൺസേൺ എന്ന് ചോദിക്കുന്നൊരു ടെൻഡൻസി ഉണ്ട്. അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ?
നമ്മൾ ഇതിലൊരു ക്ലാരിറ്റിയോട് കൂടി അപ്രോച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന വേർഡിന് മുന്നേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൺസേൺ ചോദിക്കാം. ഔട്ട്ലൈൻ എന്ന് പറയുന്ന കീവേഡിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് എന്തെങ്കിലും ഫർദർ ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിക്കാം. പക്ഷേ യു ഹാവ് ടു മേക്ക് എ നോട്ട് ഓഫ് ദിസ് തിങ്. ബട്ട് imagine that in the find out task, after explaining the find out task, you are asking a concern here. ഓക്കെ, അപ്പോൾ എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ടാസ്ക് ആയിരുന്നു നമ്മുടെ സെക്കൻഡ് ടാസ്ക്. പക്ഷേ അതിന് മുന്നേ നിങ്ങളൊരു കൺസേൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, അവർ പറയുന്ന ക്വസ്റ്റ്യൻ മേ ബി അത് കഴിഞ്ഞുള്ളതായിരിക്കും. അതായത് ഈ എക്സ്പ്ലെയിൻ എന്നുള്ള ടാസ്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും അവർ നിങ്ങളോട് ചോദിക്കുന്നത്. കാരണം രണ്ടാമത്തെ ടാസ്ക് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ അത് ഗ്യാദർ ചെയ്യാതെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹോൾ ടാസ്ക് എന്തായി പോവും, സ്കിപ്പായി പോവും. അവർ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? ഏമിക്ക് മനസ്സിലായോ? ജസ്റ്റ് കോമെൻറ്റ് ഡൗൺ, മനസ്സിലായോ എന്ന്. സോ ഏതൊക്കെയാണ് കീവേഡ്സ്, അല്ലെങ്കിൽ വെയർ ടു ആസ്ക് എ ക്വസ്റ്റ്യൻ, വെയർ ടു ഗീവ് എൻ എക്സ്പ്ലനേഷൻ, വെയർ ഷുഡ് ഐ ആസ്ക് എ കൺസേൺ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ, എവിടെ ഡിസൈഡ് അത് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് നിങ്ങൾ പ്രോപ്പർലി എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക. സോ ദാറ്റ് യു വോണ്ട് ബി ഹാവിങ് എനി സോർട്ട് ഓഫ് കൺഫ്യൂഷൻ. ബിക്കോസ് യൂഷ്വലി ഒരു ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിൻ്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കാൻ പാടില്ല. ലൈക്ക് ഡു യു ഹാവ് എനി കൺസേൺ എന്ന് ചോദിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഫൈൻഡ് ഔട്ട് ക്വസ്റ്റ്യന് മുന്നേ ഡു യു ഹാവ് എനി കൺസേൺ എന്ന് ചോദിക്കരുത്. മനസ്സിലായോ? അതായത് ഈ പറയുന്ന വേർഡ്സിൻ്റെ ഒന്ന് മുന്നേ നിങ്ങൾ ഡു യു ഹാവ് എനി കൺസേൺ എന്ന് ചോദിക്കരുത്. ഇൻ കേസ് ഈ പറയുന്ന വേർഡ്സിന് മുന്നേ നിങ്ങൾ കൺസേൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, അവർ പറയുന്ന ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞുള്ള ടാസ്ക് ആയിരിക്കും. അപ്പം നമ്മുടെ ഈ പറയുന്ന ടാസ്ക് എന്തായി പോവും, സ്കിപ്പായി പോവും. മനസ്സിലായി? ഓക്കെ, താങ്ക് യു ഏമി. ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ റിഗാർഡിംഗ് ദിസ്. സോ ജസ്റ്റ് മാർക്ക് ഡൗൺ ദ കീ വേർഡ്സ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ വുഡ് ബി ജസ്റ്റ് ലൈക്ക് ഞാനിവിടെ ഒരു പോയിന്റും കൂടി എഴുതിയിട്ടുണ്ട്, ജോട്ടിംഗ് ഡൗൺ ദ കീവേഡ്സ്. ഈ ജോട്ട് ഡൗൺ ദ കീവേഡ്സ് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ചില ഫ്രേസസ് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഏതൊക്കെ ഫ്രേസസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഞാനിപ്പോൾ കൺസേൺ, ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഞാൻ അവിടെ എഴുതിയപ്പോൾ എന്ത് ചെയ്തു, ഓരോന്നിൻ്റെ മുന്നേ ഡിഫറെൻറ്റ് വേർഡ്സ് എഴുതി അല്ലേ. എന്തുകൊണ്ടാണ്? അവിടെ റെപ്പിറ്റീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സിറ്റുവേഷനിൽ ഞാനിവിടെ ഒരു കൺസേൺ ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ ബി ആസ്കിങ് ഡു യു ഹാവ് എനി കൺസേൺ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനിയും കൺസേൺ ഇപ്പോൾ ഇത് മൊത്തം ഇൻഫർമേഷൻ പ്രൊവൈഡിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അടുത്ത വേർഡ് എഴുതി വെക്കുക, ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ക്വരി. ഓക്കെ, അതും കഴിഞ്ഞിട്ട് ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ഡൗട്ട്. എന്തുകൊണ്ടാണ്? അവിടെ നമുക്ക് റെപ്പിറ്റീഷൻസ് ഒഴിവാക്കാം. സോ ഇഫ് ഇൻ കേസ് യു ഡൂയിങ് സോ യു വിൽ ബി ഏബിൾ ടു അവോയ്ഡ് റെപ്പിറ്റീഷൻസ്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് write down the name. So whenever you're getting a name, you're supposed to write down the name so that you won't be changing the name also, because നമുക്കറിയാം നമ്മൾ 2 ടാസ്ക് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഈ 2 ടാസ്കിൽ നമുക്ക് സെയിം നെയിം അല്ല, ഡിഫറെൻറ്റ് നെയിം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ബിക്കോസ് സെയിം നെയിം എന്തായാലും 2 ടാസ്കിന് പറയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു റൈറ്റ് ഡൗൺ ദ നെയിം, so that we can avoid the mistake of name change in between. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഫോക്കസ് ചെയ്യുക. റൈറ്റ് ഡൗൺ ദ നെയിം, ഇറ്റ് ഇസ് യെറ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. സോ വെൻ യു സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ, ഇപ്പോൾ ഈ റൈറ്റ് ഡൗൺ ദ നെയിം പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് ഏതൊക്കെ കേസിലാണ് ചെയ്യാൻ പറ്റുക, നമ്മൾ ഏതൊക്കെ കേസിലായിരിക്കും നമ്മൾ പേര് ചോദിക്കുന്നത്? ഫോർ എ നോൺ കേസ്, വിത്തൗട്ട് ഇൻട്രഡക്ഷൻ കേസ് ആൻഡ് ഹോം വിസിറ്റ്. ഈ 3 സിറ്റുവേഷൻസിലായിരിക്കും നമ്മൾ എന്താണ് പ്രിപ്പറേഷൻ ടൈമിൽ പേര് ചോദിക്കേണ്ടത് അല്ലേ. അത് നിങ്ങൾക്കറിയാമല്ലോ. നോൺ കേസിൽ ചോദിക്കും, വിത്തൗട്ട് ഇൻട്രൊഡക്ഷനിൽ ചോദിക്കും, വിത്തൗട്ട് ഇൻട്രോ ആൻഡ് ഓൾസോ ഹോം വിസിറ്റ്. ഈ 3 കേസ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ ടൈമിൽ പേര് ചോദിക്കണം. ആ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പ്രിപ്പറേഷൻ ടൈമിൻ്റെ യൂസ്, അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് എങ്ങനെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതായിരുന്നു. സോ ഏമി ഹാസ് ഗോട്ട് എ ഡൗട്ട്. മാം ഇൻ ബിറ്റ്വീൻ ഒരു പോയിന്റ് വിട്ടുപോയി, ബട്ട് അതേ ലാസ്റ്റാണ് മനസ്സിലാവാതെ. എങ്ങനെ മനസ്സിലായത് അങ്ങനെ വന്നാൽ എന്നാ ചെയ്യും മാം? ഓക്കെ, യെസ്. ഇപ്പോൾ നമ്മളൊരു പോയിന്റ് വിട്ടുപോയി. ഓക്കെ, ഫൈനലി ടുവേർഡ്സ് ദി എൻഡ് വന്നപ്പോഴാണ് ഏമിക്ക് മനസ്സിലായത് ഞാനൊരു പോയിന്റ് ഇൻ ബിറ്റ്വീൻ വിട്ടുപോയിട്ടുണ്ട് എന്ന് ഏമിക്ക് ക്ലാരിറ്റി കിട്ടി. അവിടെ എന്ത് ചെയ്യുക,
ഇമാജിൻ, ഞാൻ അതിൻ്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരാം. ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് ടു. സോ ഇമാജിൻ, ഇപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ്, ഞാൻ എൻ്റെ ഈ പോയിന്റ്, എൻ്റെ ഫസ്റ്റ് പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ആ പോയിന്റ് എക്സ്പ്ലെയിൻ കേസ് ഐഡൻറ്റിഫിക്കേഷൻ അതിരിക്കട്ടെ. അപ്പോൾ ഞാൻ ആ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കൊന്നും ഞാൻ എന്ത് ചെയ്തു, അവരോടൊരു കൺസേൺ ചോദിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനൊരു സിറ്റുവേഷൻ പറയുകയാണ്. കൺസേൺ ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തേർഡ് പോയിൻ്റ് ആണ്. അപ്പം നമുക്ക് ഡെഫിനറ്റ്ലി ഈ പറയുന്ന പോയിന്റ് എന്തായി, നടുക്ക് മിസ് ഔട്ടായി. പക്ഷേ എന്നാലും ഇറ്റ് ഇസ് ആർ റെസ്പോൺസിബിലിറ്റി ടു എക്സ്പ്ലെയിൻ ദ വെരി ക്വസ്റ്റ്യൻ, ദ സെയിം ക്വസ്റ്റ്യൻ വിച്ച് ദേ ഹാവ് ആസ്ഡ് യു. അപ്പം നമ്മളോട് ഏത് ക്വസ്റ്റ്യൻ ആണോ അവർ ചോദിക്കുന്നത് അതിനുള്ള റെസ്പോൺസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ആൻഡ് ഓൾവേസ് കീപ് ദിസ് തിങ് ഇൻ മൈൻഡ്, ബിക്കോസ് എക്സാമിന് എപ്പോഴും നിങ്ങൾക്ക് സെയിം ഓർഡറിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുറപ്പില്ല. വാട്ട് ഇഫ് ദേ ആർ ഷഫ്ലിംഗ് ദി ഓർഡർ? നമ്മൾ ഡെഫിനറ്റ്ലി ഓർഡർ കീപ്പ് ചെയ്ത് തന്നെ പോകും. ബട്ട് ഇഫ് ഇൻ കേസ് അവർ ഓർഡർ ഷഫിൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവർ ഏത് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നോ അതിനുള്ള റെസ്പോൺസ് നിങ്ങൾ കൊടുക്കുക എന്നുള്ളത്. ബിക്കോസ് ദിസ് ഹാപ്പൻസ് ഇൻ മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസ്. പല സിറ്റുവേഷൻസിലും നമ്മുടെ കാൻഡിഡേറ്റ്സ് വന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഓർഡർ ഷഫിളാക്കിയ കാര്യം. അതായത് നമ്മൾ ഫസ്റ്റ് ടാസ്ക് ചെയ്ത് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അവർ നമ്മളോട് ചോദിച്ചത് തേർഡ് ടാസ്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എമി, നമ്മൾ നേരെ ഈ തേർഡ് ടാസ്കിലേക്ക് വരുന്നു. വെൽ ദാറ്റ് ഇസ് എ റീസണബിൾ ക്വസ്റ്റ്യൻ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ റിഗാർഡിംഗ് ദിസ് എന്ന് പറഞ്ഞിട്ട് തേർഡ് ടാസ്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മേ ബി താഴോട്ട് പോകാനായിരിക്കും ചാൻസസ് കൂടുതൽ അല്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് ടാസ്കിലേക്ക് അങ്ങ് വരാം. Along with that, it is my responsibility to explain you regarding the causes of this condition. Shall I proceed with that? എന്ന് പറഞ്ഞിട്ട് ഏമി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം. മനസ്സിലായോ? ഇഫ് ഇൻ കേസ് ഒരു ടാസ്ക് വിട്ടുപോയിട്ട് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി ടു എക്സ്പ്ലെയിൻ യു റിഗാർഡിങ് വാട്ട് എവർ തിങ് ഇസ് ഗിവൻ. ആ ഒരു കാര്യം പറയാം. ഷാൽ ഐ പ്രൊസീഡ് വിത്ത് ദാറ്റ്? ഞാനത് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എമി ക്ലിയർ ആയോ? അങ്ങനെയാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ ഇതിനിടയിൽ നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ താഴോട്ട് പോകാനാണ് ചാൻസസ് കൂടുതൽ. സോ ഐ പ്രിഫർ യു കവറിങ് അപ്പ് ദാറ്റ് ടാസ്ക്. ക്ലിയർ ആയോ എമി? ആ പോയിന്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഐ റിയലി ബിലീവ് ദാറ്റ് ഐ ഹാവ് അഡ്രസ്ഡ് യുവർ ക്വസ്റ്റ്യൻ ഓൾസോ. ജസ്റ്റ് കമൻറ്റ് ഡൗൺ ഇഫ് യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു, ഒരു പ്രിപ്പറേഷൻ ടൈമിനെ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, യെസ്, ഫൈൻ. സോ ദെൻ ഓക്കെ, യെസ് എമി. സോ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രിപ്പറേഷൻ ടൈമിൻ്റെ ജുഡീഷ്യസ് യൂസിനെ പറ്റിയിട്ടാണ്. കേസ് ഐഡൻറ്റിഫിക്കേഷൻ, അഗൈൻ ദിസ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് ലൈക്ക് ഐ ഓൾറെഡി മെൻഷൻ ടു യു. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഒരിക്കലും സെറ്റിംഗ് വെച്ചിട്ട് മാത്രം നിങ്ങളൊരു കേസ് ഐഡൻറ്റിഫൈ ചെയ്യരുത്. ബിക്കോസ് യൂഷ്വലി ക്ലിനിക് സെറ്റിംഗ് കാണുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട് എന്താണ് ഈ ക്ലിനിക് എന്ന് പറയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അതൊരു അൺനോൺ കേസാണ് അല്ലെങ്കിൽ അൺനോൺ ടു നോൺ ആവാനാണ് ചാൻസസ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ ഒരു ജസ്റ്റ് സെറ്റിംഗ് വെച്ചിട്ട് മാത്രം കേസ് ഐഡൻറ്റിഫൈ ചെയ്യരുത്. ഗോ ടു ദ സിനാരിയോ പ്രോപ്പർലി. ആൻഡ് ഇഫ് ഇൻ കേസ് യു സ്റ്റിൽ ഹാവ് ഡൗട്ട്, യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ ദി ഫസ്റ്റ് ടാസ്ക്. Okay, mark down the keywords. First word ആണ് ഞാൻ പറഞ്ഞത്. And if in case you want to write anything, please jot down that, like where should I use a reassurance, where should I provide a clarification, അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇമാജിൻ നമ്മുടെ ടാസ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്, നമുക്കൊരു ടെൻഷൻ കൂടാതെ അപ്രോച്ച് ചെയ്യാം. ഇപ്പോൾ ചില വേർഡ്സ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ഹമ്മിങ് വരുന്നത് അല്ലേ. ഇപ്പം ഞാൻ കൺസേൺ വീണ്ടും പറയുമ്പോൾ എന്തായിരിക്കും അവിടെ ക്ലാരിറ്റി, നമുക്ക് ഓൾറെഡി നമുക്ക് സ്ട്രൈക്കും ചെയ്തു, ഓക്കെ ഞാനത് റിപ്പീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് റിഫ്ലക്റ്റ് ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ വേർഡ്സും അതുപോലെ തന്നെ ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യുന്ന വേർഡ്സും ഉണ്ടല്ലോ, അത് നിങ്ങൾക്കൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. അതെൻ്റെ ഒരു സജഷനാണ്. ഓക്കെ, ആൻഡ് ഓൾവേസ് റൈറ്റ് ദ നെയിം. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെയിം ചേഞ്ച് വരാണ്ടിരിക്കാൻ നോക്കുക. നെയിം നിങ്ങൾ എഴുതി വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യുക. കാരണം നമ്മൾ സൈമൾട്ടേനിയസ്ലി 2 ടാസ്ക് ചെയ്യുമല്ലേ, അതുകൊണ്ട് തന്നെ അത് ഫോക്കസ് ചെയ്യുക കേട്ടോ. ആൻഡ് ഐ എം ജസ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, യുവർ പ്രസൻറ്റേഷൻ. അപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ നമുക്കിങ്ങനെ ബൂസ്റ്റ് ചെയ്യാം. The first thing, as you people know, you have to initiate as well as lead the conversation. ഓക്കെ, നമ്മൾ ടാസ്ക് ലീഡ് ചെയ്യുന്നത്, നമ്മുടെ കോൺവെർസേഷൻ എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം. ഓക്കെ, ദാറ്റ് ഇസ് വൈ ഇപ്പോൾ ഏമി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ അതൊരു മോസ്റ്റ് റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇൻ കേസ് നമുക്കൊരു ടാസ്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ആ അടുത്തിരിക്കുന്ന ഇൻ്റലക്യൂട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ലീഡ് ദ കോൺവെർസേഷൻ. ആ ടാസ്ക് ലീഡ് ചെയ്യുന്ന എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം. സോ യു ഹാവ് ടു മേക്ക് എ നോട്ട് ഓഫ് ദിസ് തിങ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ടാസ്ക് ലീഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക, യു ഹാവ് ടു ഡിസൈഡ് വെയർ ദ ഇൻ്റലക്യൂട്ടർ ഷുഡ് സ്പീക്ക്.
ഓക്കെ, നിങ്ങൾ എപ്പോഴും ആ ഒരു കാര്യത്തിൽ ഒരു ഫോക്കസ് വെക്കുക. ലൈക്ക് അവിടെ ഇൻ കേസ് ഇപ്പോൾ എമി പറഞ്ഞ ഞാൻ ആ പോയിന്റ് ഒന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ്. സോ ഇൻ കേസ് ഒരു ടാസ്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കവർ ചെയ്യണമെന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു കോൺഷ്യസ്നെസ് ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഹമ്മിങ് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ടാസ്ക് അങ്ങ് കവർ ചെയ്ത് സമാധാനപ്പെടുക. നമുക്ക് എന്ത് പറയാം? സോ ഇറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി ടു എക്സ്പ്ലെയിൻ റിഗാർഡിംഗ് ദ കോസസ് അറ്റ് ദ സെയിം ടൈം. ഷാൽ ഐ പ്രൊസീഡ് വിത്ത് ദാറ്റ്? ഓക്കെ, യെസ്, താങ്ക് യു ജോൺ എന്ന് പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാം. ഡോണ്ട് സ്കിപ്പ് എ ടാസ്ക് ഇൻ ബിറ്റ്വീൻ. കാരണം നമുക്ക് അതിനൊരു കോൺഷ്യസ്നെസ് വരും, അയ്യോ ഞാൻ ആ ടാസ്ക് കവർ ചെയ്തില്ല. അതുകൊണ്ട് ഇൻ കേസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും കൺസേൺ ചോദിക്കാതെ ആ ടാസ്ക് നമ്മൾ തന്നെ എന്ത് ചെയ്യുക? അങ്ങ് കവർ ചെയ്യാം. ഓക്കെ, സോ ലീഡ് ദ കോൺവെർസേഷൻ ആൻഡ് ഓൾസോ ഗിവ് എൻ ഇമ്പാക്ട്ഫുൾ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, പ്രൊസീഡിങ് വിത്ത് ദ നെക്സ്റ്റ് തിങ് ഈസ് ടാസ്ക് ഓർഗനൈസേഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ്. നിങ്ങൾക്കറിയാം, ടൈം മാനേജ്മെൻ്റ് ആണ് ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ്. നമുക്കറിയാവുന്ന കാര്യമാണ്, നമുക്ക് 5 minutes ആണ് നമ്മുടെ പ്രസൻറ്റേഷന് വേണ്ടി തരുന്നത് അല്ലേ? അപ്പോൾ ഈ 5 minutes നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു? കാരണം വി ക്യാൻ ഈദർ ഹാവ് എ ഷോർട്ട് ടാസ്ക് ഓർ എ ലെങ്തി ടാസ്ക്. ഇത് രണ്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. Don't jump into a conclusion that you'll be getting a lengthy task every time. Because ലെങ്തിയും വരാം, ഷോർട്ടും വരാം. വി ഹാവ് ടു പ്രിപ്പയർ ടു ഹാൻഡിൽ എനി ഇൻകൺവീനിയൻസ് സിറ്റുവേഷൻ. സോ ഇവിടെ വന്നാലും ഷോർട്ട് വന്നാലും ഐ എം റെഡി ടു ഹാൻഡിൽ ഇറ്റ്. ലെങ്തി വന്നാലും ഇറ്റ്സ് പ്രിറ്റി ഫൈൻ, ഐ വിൽ ഡു ഇറ്റ്. അപ്പോൾ ഷോർട്ട് ടാസ്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? ഒരു 1 minute എന്തായാലും നമുക്ക് ലാസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഡോണ്ട് സ്റ്റോപ്പ് ദെയർ. ഓക്കെ, അവിടെ നമ്മുടെ സമ്മറൈസിങ് എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. യു വോണ്ട് ടു ആഡ് ഇൻഫർമേഷൻ, യു ക്യാൻ ഡു. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ അഡീഷണലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതൊരു നല്ല പോയിന്റ് തന്നെയാണ്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരുപാട് ഹമ്മിങ് വരാതിരിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് വിൽ ബി തിങ്കിങ് ആൻഡ് റെസ്പോണ്ടിങ് അല്ലേ? അപ്പോൾ അതിനേക്കാളും നല്ലൊരു സ്ട്രാറ്റജീസ് കൈൻഡ് ഓഫ് സമ്മറൈസിങ്. ആൻഡ് ഷോർട്ട് ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ സമ്മറൈസിങ്ങിൻ്റെ പാറ്റേൺ എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കണം. ഗോ വിത്ത് എൻ ഇലാബറേറ്റ് സമ്മറി. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ, ഐ ടോൾഡ് യു അബൌട്ട് ദി കണ്ടീഷൻ, ലേറ്റർ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ കോസസ്, ഐ മെൻഷൻ സർട്ടൻ പ്രിക്കോഷൻസ്. യെസ്, അതിനുശേഷം സമയമുണ്ടെന്ന് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റീഅഷുറൻസ് പറയും അല്ലേ? അങ്ങനെ ആവാൻ പാടില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ എവിടം തൊട്ടാണോ സ്റ്റാർട്ട് ചെയ്തത് അത് തന്നെ നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുക. പക്ഷെ ഓൾവേസ് ഇത് രണ്ടും നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് സമ്മറൈസിങ് ആയാലും ഓൾവേസ് ഗോ ഇൻ എ സ്ലോ പേസ്. അതായത് സ്പീഡ് കൂട്ടാതെ പതിയെ പറഞ്ഞു പോവുക. എന്തിനു വേണ്ടിയിട്ടാണ്? സമറൈസിങ്ങിൻ്റെ മീനിങ് എന്താണ്? നിങ്ങൾക്ക് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ വീണ്ടും ഒന്ന് റീക്യാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ? സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വാട്ട് എവർ ഇൻഫർമേഷൻ ദാറ്റ് യു ആർ ഗിവിങ്, ദ പേഴ്സൺ ഇസ് ഏബിൾ ടു കോംപ്രിഹെൻഡ് ഇറ്റ് ക്ലിയർലി, വെരി ക്ലിയർലി. ഇപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചു? സോ ദിസ് ഇസ് ഇപ്പം ലാസ്റ്റ് പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുക. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദാറ്റ് ബി എ സിറ്റുവേഷണൽ സ്പീക്കർ ആൻഡ് ഓൾവേസ് ട്രൈ ടു മെയിൻറ്റെയിൻ എ rapport with your patient. Am I clear to you? So do you have any further questions to me, John? Oh well, so then let me just summarize what we have been discussing so far. Well, you came here with the complaints of headache, John, and I told you what is the reason for this thing. After having a discussion with you, I gathered some information about the symptoms that you have, like the onset, the triggering factors for it, and the associated symptoms along with it, and also what treatment you have been tried. You answered my questions, and later on, based on the conversation, I came to a conclusion that it might be due to migraine. I explained to you what is migraine. So it is a condition caused due to this and this paraya. Then I just told you about the causes. Later on about causes elaborate ചെയ്യാം. Finally I just gave you certain treatment modalities which can be which will definitely help you to ease the pain as well as manage the situation properly. അപ്പോൾ ഞാനിവിടെ ചെയ്ത എന്താണ്? എൻ്റെ പേസ് ഒന്നും കൂടി എന്ത് ചെയ്തു? ഒന്നും കൂടി ഞാനൊന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ഫസ്റ്റ് തിങ് കിൽ ദ ടൈം. ആ ഒരു ടൈം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ്ലി, ആ സമ്മറൈസിങ് എന്നുള്ളൊരു പോയിന്റിന് നമ്മൾ വേർഡിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു കോൺവെർസേഷൻ കേട്ട് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ എപ്പോഴും സ്പീഡ് കൂടുതലായിരിക്കും. പക്ഷെ അങ്ങനെ ആവാൻ പാടില്ല. ഷോർട്ട് ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ ഇലാബറേറ്റ് സമ്മറി. വാട്ട് യു മീൻ ബൈ ഇലാബറേറ്റ് സമ്മറി? reading everything, each and every point what you have mentioned. അവിടെ ഞാനിവിടെ ചെയ്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ആ ഹിസ്റ്ററി കളക്ഷൻ്റെ പോയിൻറ്റും കൂടി കവർ ചെയ്തു. എന്തുകൊണ്ടാണ്? ബിക്കോസ് ആ ഒരു അത്രയും സമയം നമ്മൾ 4 minute സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി 1 minute മതി. ആ ഒരു 1 minute വേണ്ടിയിട്ടാണ് ഞാൻ ആ ഹിസ്റ്ററി പറഞ്ഞ പോയിൻറ്റും പറഞ്ഞു. ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്? സോ ഐ ഗാതേർഡ് സം ഹിസ്റ്ററി റിഗാർഡിങ് യുവർ സിംറ്റംസ് വിച്ച് ഇൻക്ലൂഡ്സ് onset,
ട്രിഗറിങ് ഫാക്ടർ എല്ലാം ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്തു. അത് നിങ്ങൾക്കും ചെയ്യാം. ഇൻ കേസ് ഒരു ലെങ്തി ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ, നല്ല ലെങ്തി ടാസ്ക് ആയിരുന്നു, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറേ സെക്കൻഡ്സ് മാത്രം ബാക്കിയുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നാൽ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, brief summary, like I told you about, you came here with the complaints of this thing, I told you what might be the likely causes of it എന്ന് പറഞ്ഞ് ബ്രീഫ് സമ്മറി നിങ്ങൾക്ക് ചെയ്യാം. അതും ഇഫക്റ്റീവ് ആയിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ടെൻഷനാണ്, ലൈക്ക് ഇനി ഒരുപാട് സമയം ബാക്കി ഉണ്ടാവുമോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോ വിത്ത് ഇൻ ഇലാബറേറ്റ് സമ്മറി. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാണ്, നിങ്ങൾ സമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സമയം കഴിഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെന്തായാലും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യും. അവിടെ നിങ്ങൾക്കും എന്ത് ചെയ്യാം, അങ്ങ് സ്റ്റോപ്പ് ചെയ്താൽ മതി. അതൊരിക്കലും ഒരു മിസ്റ്റേക്ക് അല്ല. സോ ലേറ്റർ ഓൺ ഐ ഗേവ് സം സജഷൻസ് റിഗാർഡിംഗ് ദ പ്രിക്കോഷൻസ് വിച്ച് ഇൻക്ലൂഡ് applying cold compress. Yes, your time is up. ഓക്കെ, താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ എന്നങ്ങ് പറയാം. മനസ്സിലായോ? അതായത് നടുക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാലും ദാറ്റ്സ് ഫൈൻ, അതൊരു മിസ്റ്റേക്ക് അല്ല. ക്ലിയർ ആണോ? അതായത് അവിടെ ഇനി മാർക്ക് പോവോ അല്ലെങ്കിൽ ഫുൾ കൺക്ലൂഷൻ ഫുൾ സമറൈസ് ചെയ്താലേ ഓക്കെ ആവത്തുള്ളൂ എന്നില്ല. നിങ്ങൾക്ക് പ്രോപ്പർലി അതിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി എനിക്ക് പറയണമെന്നുണ്ട്. എപ്പോഴും ഒരു 2-way കമ്മ്യൂണിക്കേഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് ഒരു കോൺവെർസേഷനാണ്. ആ കോൺവെർസേഷൻ എന്നുള്ള വേർഡിന് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. ഈ കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ 2-way ആണ്. 2 പേരും അതിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. നമുക്കറിയാം, ലൈക്ക് കൂടുതലും മെജോറിറ്റി ഓഫ് ദ പാർട്ട് നഴ്സസ് വിൽ ബി, യു പീപ്പിൾ വിൽ ബി പ്ലേയിങ്. അവിടെ നമുക്ക് അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, കൺസേൺസ് ചോദിക്കുന്നു, ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് അവരെയും കൂടെ നമ്മുടെ കോൺവെർസേഷനിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? അതർ ദാൻ ദാറ്റ്, മെയിൻറ്റെയിനിങ് എ പ്രോപ്പർ റാപ്പോ വിത്ത് ദ പേഷ്യൻ ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ബി എ സിറ്റുവേഷണൽ സ്പീക്കർ, അതായത് നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് പ്രൊവൈഡഡ് ആയിട്ടുള്ള സിനാരിയോ പ്രോപ്പർലി വായിക്കുക, ആൻഡ് ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു റെസ്പോൺസ് കൊടുക്കുക. ദാറ്റ് ഈസ് അഗൈൻ സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഇപ്പോൾ ഒരു വളരെ കൺസേൺഡ് ആയിട്ടുള്ളൊരു മദറിനോട് സംസാരിക്കുകയാണ്, അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ എംപത്തി ഫ്രേസസ് യൂസ് ചെയ്യണം, റീഅഷുറൻസ് കൊടുക്കണം, അല്ലേ? വാട്ട് ഇഫ് എ പേഴ്സൺ ഇസ് കമ്മിങ് ടു സീക്ക് സം ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് എ വാക്സിൻ, ആൻഡ് ആ ഒരു കാർഡ് വായിച്ചപ്പോൾ നമുക്ക് ഒരുപാട് കൺസേൺഡ് ആണെന്ന് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരുപാട് റീഅഷുറൻസ് കൊടുക്കണ്ട. ബട്ട് സ്റ്റിൽ ദെൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റി, വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് യു, വിൽ ബി മാനേജിങ് ദിസ് തിങ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് അതർ ദാൻ ദിസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ബി എ ഗുഡ് ലിസ്ണർ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ ഇൻ കേസ് അവർ ടാസ്ക് ഷഫിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവൂ അവർ ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാണ്, ടാസ്ക് ഷഫിൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഓർഡർ തെറ്റിച്ചാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ബി എ ഗുഡ് ലിസ്ണർ ആൻഡ് റെസ്പോണ്ട് ടു ദ ക്വസ്റ്റ്യൻസ് ബീയിങ് ആസ്ഡ്. ഏത് ക്വസ്റ്റ്യൻ ആണോ അവർ നിങ്ങളോട് ചോദിച്ചത് അതിനുള്ള റെസ്പോൺസ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? ദിസ് ഇസ് യെറ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഐ വോണ്ട് ടു മെൻഷൻ. അലോങ് വിത്ത് ദാറ്റ് ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. സോ നമുക്കറിയാം, ഒരു ടാസ്കിൽ ചില സമയത്ത് ഒന്നിലേറെ കീവേഡ്സ് കാണും, അല്ലേ? ഇമാജിൻ ദാറ്റ് നമ്മുടെ ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പം എൻ്റെ ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞൊരു കീവേഡിലാണ്. ഓക്കെ, എക്സ്പ്ലെയിൻ എന്താണോ ആ കണ്ടീഷൻ പറഞ്ഞു പോകുന്നു, അതിൻ്റെ ഒപ്പം തന്നെ ആ സെൻറ്റൻസ് അവിടെ തീർന്നിട്ട് അടുത്ത കീവേഡ് സ്റ്റാർട്ട് ചെയ്യാണ് അഡ്വൈസ്, ആൻഡ് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നെക്സ്റ്റ് കീവേഡ് വരുവാണ് ഔട്ട്ലൈൻ. ഓക്കെ, ആൻഡ് അപ്പോഴാണ് ആ ടാസ്ക് തീരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ടാസ്കിൽ തന്നെ എത്ര കീവേഡ് ഉണ്ട്? 3 കീവേഡ്സ് ഉണ്ട്, എക്സ്പ്ലെയിൻ, അഡ്വൈസ്, ഔട്ട്ലൈൻ. അപ്പോൾ ഈ ടാസ്കിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി കുറച്ച് കൂടുതലായിരിക്കും, അല്ലേ? സോ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തനിയെ എത്രയും പറയുമ്പോൾ ചിലപ്പോൾ മോണോലോഗായിട്ട് ഫീൽ ചെയ്തേക്കാം, അല്ലേ? അപ്പം ഞാൻ യൂഷ്വലി പറയുന്ന കാര്യം എന്താ വെച്ചാൽ, എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ പോയിന്റ് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊന്ന് ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യാം. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ടു യു വിച്ച് ഇസ് ക്യാരിഡ് ഔട്ട് ഇൻ ദിസ് മാനർ. ആം ഐ ക്ലിയർ എന്ന് ചോദിക്കുന്ന സിറ്റുവേഷൻസിൽ പലപ്പോഴും ഇൻ്റലക്യൂട്ടേഴ്സ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ആം ഐ ക്ലിയർ എന്ന് ഇവിടെ നമ്മൾ ചോദിക്കുമ്പോൾ മേ ബി അവർ പറയുന്നത് എന്തായിരിക്കും, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ് ഇപ്പോൾ ചില കാൻഡിഡേറ്റ്സ് പറയുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു മൊണലോഗ് മാറ്റുകയും വേണം, എന്നാൽ നമുക്ക് ആ ടാസ്ക് ഫുൾ അറ്റ് ലെങ്ത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം, അല്ലേ? ബിക്കോസ് എപ്പോഴും ബുള്ളറ്റ് പോയിൻറ്റ്സിന് മുന്നേ മാത്രമേ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാവൂ. ലൈക്ക് കൺസേൺ ഉണ്ടോ എന്ന് ബുള്ളറ്റ് പോയിൻറ്റിന് മുന്നേ മാത്രമേ ചോദിക്കാവൂ. ബിക്കോസ് ഓരോ ബുള്ളറ്റ് പോയിൻറ്റും നേരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ഇവിടെ കയറ്റി ഒരു ഡു യു ഹാവ് എനി കൺസേൺ എന്നിവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവരടുത്ത ടാസ്ക് ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ ടാസ്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ റിഗാർഡിംഗ് ദ പ്രൊസീജിയർ വിച്ച് ഇസ് ക്യാരിഡ് ഔട്ട് ഇൻ ദിസ് മാനർ. അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യാം, ഇൻ അഡീഷൻ ടു ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഗീവ് സം അഡ്വൈസസ് വിച്ച് യു നീഡ് ടു ഫോക്കസ് ഓൺ. ഷാൽ ഐ പ്രൊസീഡ് വിത്ത് ദാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താകും, നമ്മൾ അവർ യെസ് ഓർ നോ പറയും, അവരെ നമ്മൾ ഈ ടാസ്കിലേക്ക് എന്ത് ചെയ്തു, ഇൻക്ലൂഡ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.
Otherwise, what will happen if in case you are asking concern or clarification seek ചെയ്താലും ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു പോകും. അവരിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, ഐ ഗോട്ട് എൻ ഐഡിയ ബട്ട് ഐ എം കൺഫ്യൂസ് വിത്ത് ദിസ് തിങ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അത് നമ്മുടെ നെക്സ്റ്റ് ടാസ്കിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഈ 2 പോയിന്റ് എന്താകും, മിസ് ഔട്ട് ആയിപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊപ്പം തന്നെ ഞാൻ ഇതുകൂടി പറയട്ടെ, ഞാൻ പ്രൊസീഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യുന്നതിന് പകരം. Clear ആണോ? So I hope you got an idea regarding how to make a presentation while you're speaking, or you're going to have a role play card presentation. So just like I mentioned, initiate and lead the conversation, use name in between. അപ്പോൾ തന്നിട്ടുള്ള പേര് എന്ത് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മൊത്തം യൂസ് ചെയ്യണമെന്നില്ല, എപ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യുന്ന സമയത്ത്. അലോങ് വിത്ത് ദാറ്റ് നിങ്ങൾ ഇനിയിപ്പോൾ ഇൻ കേസ് എന്താണ് പേഷ്യൻറ്റിനോട് ഒരു റീഅഷുറൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ്, അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പേര് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, so I hope that you people got an idea, and task organization is yet another important aspect which you need to focus on, in which time management is the important element. So expect a short task and a lengthy task. It can either be a short task or a lengthy task. If in case you're getting a short task, go with an elaborate summary, and in case a lengthy task, brief summary would do. And two-way communication തന്നെ ആയിരിക്കണം എപ്പോഴും നിങ്ങൾ പോകുന്നത്. Yet another important aspect. Coming to the last point, always have a good rapport with the patient by using situational reassurances and empathy sympathy phrases. Again, the last point is maintaining, be a good listener, active listener ആയിരിക്കുക. ഏത് ക്വസ്റ്റ്യൻ ആണോ അവർ ചോദിക്കുന്നത് അതിനുള്ള റെസ്പോൺസ് കൊടുക്കുക. So I really hope that you people got an idea. I have not confused you people with a lot of information at the same time എന്ന് പ്രതീക്ഷിക്കുന്നു. So thank you for lending your ears and being patient, active listeners here also. Thank you so much for listening to me. I really wish all the very best for your upcoming examination which is going to happen in the 6th of July. So wishing you all the very best. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എക്സാം വന്ന് അടുത്ത ലൈവ് സെഷനിൽ പറയാം. ആൻഡ് ഓൾസോ ഈ പറഞ്ഞ ടിപ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ എന്നും കൂടി അറിയിക്കണം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോർസ് വന്ന് അറിയിക്കുക. ഐ വിൽ ബി വെയിറ്റിംഗ് ടു ലിസൺ ഫ്രം യുവർ സൈഡ്. ജസ്റ്റ് ലൈക്ക് ഐ മെൻഷൻ, വി ഹാവ് ബീൻ ഡിസ്കസിങ് how to approach the examination, speaking examination. I told you about the warm-up part, how we can give an impactful approach in the warm-up part. Finally, moving into the preparation time. എങ്ങനെയാണ് preparation time നിങ്ങൾക്ക് approach ചെയ്യാൻ പറ്റുന്നത്, judicious use എങ്ങനെ ചെയ്യാം, and also the given 5 minutes time to give an impactful and to boost your conversation. So these are certain things which will definitely help you to reach a 450. Just like we are aiming and we have already made it 450. ഇനി നിങ്ങൾക്കും അത് പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. Thank you so much. Thank you for listening to me and wishing you all the very best. Thank you guys.